ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി ഉപ്മാവാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വേറെ 2 തരത്തിലുള്ള റവ ഉപ്മാവിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ റവ ഉപ്മാവ് തന്നെ നമുക്ക് പല തരത്തിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊടി ഉപ്മാവാണ്. അപ്പോൾ മറ്റ് 2 ഉപ്മാവിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് റവ അങ്ങനെ വടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വറക്കാത്ത റവയാണ്. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നെയ്യും ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് അങ്ങനെയായിട്ടും ചേർക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് ഉഴുന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ 1-2 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കുക. അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കുക. റവ ചേർത്തിട്ട് ഒന്ന് വറുക്കുക. ഇത് വറുക്കാത്ത റവയായ കാരണം വറുത്ത റവയായാലും ഇത് വറുത്തെടുക്കണം കേട്ടോ. അത് ഒന്ന് ചൂടാക്കണം. രണ്ടായാലും വേണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുക കേട്ടോ. അധികം ഉപ്പ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. ഒരുവിധം നല്ല രീതിയിൽ ഉപ്പ് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ റവ എടുത്ത് വെച്ചാൽ ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. നിങ്ങൾ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. വെള്ളം ഒഴിച്ചു ഉടനെ തന്നെ റവ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുക. ആ റവ അതിൽ നന്നായിട്ടൊന്ന് കുതിരണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം 1 മിനിറ്റൊക്കെ. ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനി ഇതെല്ലാം ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് മാറും. ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം കുറച്ച് വറുത്ത കപ്പലണ്ടി ചേർക്കാം, അല്ലെങ്കിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നാളികേരം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും രുചികരമായ രീതിയിൽ പൊടി ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം.